കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചു. ബൈക്കിലെത്തിയ ആളാണ് കോർപ്പറേഷൻ കാപ്പാട് ഡിവിഷൻ UDF സ്ഥാനാർത്ഥി പാർത്ഥൻ ചങ്ങാട്ടിന്റെ ബോർഡുകൾ തകർത്തത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം അതിലേക്ക്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. റഹീസ്, ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് ആരാണ് എന്ന് അവിടെയുള്ള നേതാക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? UDFന്റെ പ്രാദേശിക നേതൃത്വം വിശദീകരിക്കുന്നത് എന്താണ്? മുഹമ്മദ് റഹീസ്. UDFന്റെ പ്രാദേശിക നേതാക്കൾ ചിലരൊക്കെയും ഇതിന് പിന്നിൽ LDF ആണെന്ന് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇത് ആരാണ് ഈ പോസ്റ്റർ കീറിയത് അല്ലെങ്കിൽ ഈ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു ധാരണ UDFനുമില്ല. അപ്പോൾ അവർ ഇപ്പോൾ നിലവിൽ ചക്കരക്കൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു ഈ സംഭവം. ഈ 20ാം ഡിവിഷൻ, അതായത് കണ്ണൂർ കോർപ്പറേഷന്റെ 20ാം ഡിവിഷനായിട്ടുള്ള കാപ്പാട് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പാർത്ഥൻ ചങ്ങാട്ട്, ഇയാളുടെ പ്രചാരണ ബോർഡുകളാണ് പ്രധാനമായിട്ടും കീറിയിരിക്കുന്നത്. അത്തരത്തിലാണ് നിലവിൽ ഈ UDF പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ അടക്കം ചേർത്തിട്ടുള്ള പരാതി നൽകുകയാണ്. ഈ പരാജയ ഭീതി പൂണ്ട് LDF ആണ് ഇത്തരത്തിൽ ചെയ്തതെന്ന് പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ കോർപ്പറേഷൻ രൂപീകരിച്ചതിന് ശേഷം LDF മാത്രമാണ് ഈ വാർഡിൽ മത്സരിച്ചിട്ടുള്ളത്. ഇപ്പോൾ UDFന്റെ മറ്റൊരു പരാതി കൂടി വരുന്നുണ്ട്. അതായത് 30ാം ഡിവിഷനിൽ മത്സരിക്കുന്ന CP മുസ്തഫയുടെ പ്രചാരണ പോസ്റ്ററുകളും ഇന്നലെ രാത്രി കീറുകയുണ്ടായി. അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ ഒരാൾ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് ഇതിന് പിന്നിൽ രാഷ്ട്രീയമായ കാരണം തന്നെയാണോ, അതോ ഇനി ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധർ ചെയ്തതാണോ, വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിൽ ഉണ്ടായതാണോ എന്നൊക്കെ പരിശോധിക്കുന്നുണ്ട്. TK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.